തന്തയെ പറഞ്ഞു വിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയല്ലേ? അങ്ങനെയൊന്നും പേടിക്കുന്നവളല്ല കലാവതി എന്ന് ചെന്ന് പറഞ്ഞേരാ അങ്ങരോട്. ഇത് അയാൾക്ക് നിനക്കുള്ളൊരു വാർണിംഗാ. ഇനി എന്റെ പിന്നാലെ വന്നാ ഇതായിരിക്കില്ല എന്റെ മറുപടി. വണ്ടി കേറ്റി ഇറക്കുന്നുണ്ട് നെഞ്ചത്തൂടെ. എന്താടാ നോക്കി പിടിപ്പിക്കുന്നത്? ഒരെണ്ണം നിനക്കിട്ട് പൊട്ടിക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടോടാ? ഞാൻ ചോദിച്ചതിന് കൃഷ്ണേട്ടൻ മറുപടി പറഞ്ഞില്ല. കൃഷ്ണേട്ടൻ എന്തോ വലിയ മനപ്രയാസത്തിലാണെന്ന് അനഘ പറഞ്ഞു. എന്താ കാര്യം? ഒന്നുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ. പക്ഷേ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ കാര്യം? പറയ് കൃഷ്ണേട്ടാ, എന്താ ഉണ്ടായത്? ഞാൻ കലാവതിയെ പോയി കണ്ടിരുന്നു. എന്തിന്? എന്തിനാണെന്നോ? കുട്ടികളോട് ഇതുപോലെ ദ്രോഹം കാണിച്ചിട്ട് ചോദിക്കാതിരുന്നാൽ എങ്ങനെയാ? പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. പക്ഷേ കുട്ടികൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാന്ന് കരുതരുതല്ലോ. പോയി ചോദിച്ചു. എന്നിട്ടെന്താ? കലാവതി അവളുടെ സ്വഭാവം കാണിച്ചു. ഒരു തരത്തിലും നേരായ വഴിക്ക് വരില്ല. എന്താ ഉണ്ടായെന്ന് പറയേ കൃഷ്ണേട്ടാ. ഒക്കെ വച്ചു കെട്ടി അവസാനിപ്പിക്കുക കലാവതി. പകയും പകരം വീട്ടലും സ്വസ്ഥത കെടുത്തും ഇരു കൂട്ടരുടെയും. കലാവതി ഒരു കാര്യം തീരുമാനിച്ച തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ തടുത്തു നിർത്താൻ പറ്റില്ല. അത് പകയായാലും പകരം വീട്ടലായാലും. അത് വേണ്ടായിരുന്നു. ഇനി ആ വാശി വെച്ച് കൃഷ്ണേട്ടനെ അവർ ഉപദ്രവിക്കാനും മടിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഏറി വന്നാൽ എന്നെ അങ്ങ് കൊല്ലും. അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു നഷ്ടവുമില്ല. എന്നാരാ പറഞ്ഞത്? കൃഷ്ണേട്ടൻ ഈ വീട്ടിലൊരു അംഗമാണിപ്പോ. ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരാള്. മാത്രമല്ല അഭിമന്യുവിന്റെ അച്ഛനും അല്ലേ? മോളെങ്കിലും ആ പരിഗണന തരുന്നുണ്ടല്ലോ. അവനെന്തായാലും ഈ ജീവിതകാലത്ത് എന്നെ അംഗീകരിക്കില്ല. വേണ്ട, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. ഇങ്ങനെ തന്നെ അങ്ങ് തീരട്ടെ. എന്നെ കലാവതി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അങ്ങനെ നേർക്ക് നേർക്ക് കണക്ക് തീർത്തുള്ളൊരു ശീലവും അവൾക്കില്ല. നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അഭിമന്യുവിനോടും പറയണം സൂക്ഷിക്കാൻ. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. മോള് പറഞ്ഞാ മതി. മോളുടെ വാക്കിന് അവനെതിര് പറയില്ല. ചേച്ചി ഫോൺ. അമൃതേച്ചി ഫോൺ അടിക്കുന്നു. ആരാ? അഭിയേട്ടനാ. ഹലോ, എന്താ അഭി? എന്തു പറ്റി? രാവിലെ നമ്മൾ കണ്ടതല്ലേ? എന്താ സംഭവിച്ചത്? എങ്ങനെ? ഇതിപ്പോ എങ്ങനെയാ പറ്റിയത്? ആണോ? ഹോസ്പിറ്റലിൽ പോയില്ലേ? വലിയ മുറിവാണോ? ഞാൻ വേഗം വരാം. എന്താ ചേച്ചി? അബിയുടെ ബൈക്ക് ആക്സിഡന്റ് ആയി. വീണ് മുറിവെന്തോ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ വിളിച്ചു പറയണോ?
ഹോസ്പിറ്റലിൽ പോയെന്നാ പറഞ്ഞത്. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം പോയിട്ട് വരാം. പിന്നെ ഇക്കാര്യം വേറെ ആരോടും ഇപ്പൊ പറയണ്ട. അച്ഛനോടും കൃഷ്ണേട്ടനോടും പോലും. അതെന്താ? വേണ്ടെന്ന് അഭി പറഞ്ഞേ. വെറുതെ എല്ലാരും പേടിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ? എന്തിന്? അത്രയ്ക്കൊന്നും കാണില്ല. മാത്രമല്ല ഞാൻ ഒറ്റയ്ക്ക് ചെന്നാ മതിയെന്നാ പറഞ്ഞേ. ഞാൻ പോയിട്ട് വരാം. ആ ശരി, പോയിട്ടോ. അഭിയോട് ഞാൻ എപ്പോഴും പറയുന്നതാ ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. അതെങ്ങനെയാ? സ്വന്തം കാര്യം വരുമ്പോൾ ഒരു ശ്രദ്ധയില്ലല്ലോ. അതെ, കുറ്റം പറയാനും ഉപദേശിക്കാനുമല്ല തന്നെ കാണണമെന്ന് പറഞ്ഞു. അത് അമ്മയച്ചും ഇഷ്ടംപോലെ ചെയ്തു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ്. കുട്ടികളോട് ഒന്ന് സൂക്ഷിക്കാൻ പറ, പ്രത്യേകിച്ച് അഖിലയോടും അനഘയോടും. എന്താ കാര്യം? അത് കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയല്ലേ, പുറത്തുള്ള കറക്കമൊക്കെ അധികം വേണ്ടെന്ന് പറ. അഭി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആക്സിഡന്റ് പറ്റി എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അനഘയുടെ അഖിലയുടെയും കാര്യം പറയുന്നത് എന്താ? അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. പിന്നെ കലാവതിയും മഹേന്ദ്രനും കൂടി മനഃപൂർവ്വം വണ്ടി ഇടിച്ചിട്ടതാ. അവിടെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു മഹാൻ. അയാള് കലാവതിയുടെ വീട്ടിൽ പോയി എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. അതിനുള്ള കലാവതിയുടെ പ്രതികാരം അത്. അവിടെ പോയ കാര്യം എന്നോട് പറഞ്ഞു. വഴക്കായെന്നും വെല്ലുവിളിച്ചെന്നും ഒക്കെ പറഞ്ഞ്. അതിന്റെ ബാക്കിയായി കാണുന്നത്. അച്ഛൻ മകന് വേണ്ടി നല്ലതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛനെ കുറ്റം പറയണ്ട അബി. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുടെ പേരിലാ അച്ഛൻ കലാവതിയെ കാണാൻ പോയത്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകേണ്ടത് നിങ്ങളുടെ അച്ഛനല്ലേ, അല്ലാതെ അയാളല്ലോ. പ്ലീസ് അബി, നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതാവും. അതിനി ആ പാവത്തെ കുറ്റം പറയണ്ട. കൊള്ളാം, ന്യായീകരിച്ചോ, ഇനിയും ന്യായീകരിച്ചോ. അയാൾ എന്തൊക്കെ തോന്നിയവാസം കാണിച്ചാലും ഇങ്ങനെ ന്യായീകരിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭാഗ്യം. പിന്നെ ഞാൻ വിളിച്ച കാര്യം സംഭവിച്ചെന്താണെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട. വെറുതെ അവരെ കൂടെ പേടിപ്പിക്കുന്ന എന്തിനാ? പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ ആ കലാവതിയുടെ പെരുമാറ്റം. ഞാൻ കണ്ടിരുന്നു. മഹേന്ദ്രനുമായുള്ള കല്യാണക്കാര്യം അവർ വീണ്ടും പറഞ്ഞു. ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അഭിയായിരിക്കുന്ന തീർത്ത് പറഞ്ഞപ്പോ അവര് വെല്ലുവിളിച്ചിട്ടാ പോയത്. എന്നോടുള്ള ദേഷ്യത്തിനായിരിക്കും അഭിയെ ഉപദ്രവിച്ചത്. ഭ്രാന്ത് വന്ന പിന്നെ ഇങ്ങനെ ചെയ്യാവുന്നൊന്നുമില്ലല്ലോ. അവരെന്തും ചെയ്യും. എന്തായാലും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താ അഭി ഇങ്ങനെ? ഇത്രമാത്രം വൈരാഗ്യം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്തേ? എന്നോടുള്ള വാശിക്ക് ആരാധ്യ ആതിര്യം തട്ടിക്കൊണ്ടുപോയി. ദിവ്യപ്രഭയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ഇപ്പതേ അഭിയെയും. എല്ലാത്തിനും കാരണം ഞാനാ. എന്നാരും പറഞ്ഞു? കാട്ടാന മതവിളക്കി വരുമ്പോഴത്തേക്ക് സ്വയം പഴിച്ചുകൊണ്ടോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടോ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അതെന്താണെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ പറഞ്ഞത് താൻ മനസ്സിൽ വച്ചേക്ക്. ആരോടും പറയാൻ നിൽക്കണ്ട. പക്ഷെ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കാൻ വേണം. തങ്കർ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, അഭിക്ക് വയ്യാതിരിക്കല്ലേ? വേണം. ഇത്രയൊക്കെ ആയിട്ട് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഞാൻ കൊണ്ടാകാം. അല്ല, നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? അതൊക്കെ ചെയ്യാനോട് ആളുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞതാ സാറേ. അപ്പൊ അനഘമോൾ പറയാ, ഇനി കുറച്ചു നാൾ കൂടിയല്ലേ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് കല്യാണം കഴിയുന്നവരെ സഹായിക്കാന്ന്.
അതിനെ കല്യാണം കഴിഞ്ഞ് നീ അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. എപ്പോ വേണമെങ്കിലും ഓടി വരാലോ. ആ അതൊക്കെ ഇപ്പൊ പറയും. കല്യാണം കഴിഞ്ഞ് എപ്പോഴും കയറി വന്നാലേ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നേന്നായിരിക്കും ചോദ്യം. അത് ഉറപ്പായിട്ടും ചോദിക്കും. ആ അഖിലേച്ചിയുടെയും അനഘേച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് വേണം അമൃതേച്ചിക്ക് ഞങ്ങൾക്കും കൂടി ഇവിടെ അടിപൊളിയായിട്ട് ഭരിക്കാൻ. നിനക്കേ ഇവിടെ ഭരിച്ചോണ്ടിരുന്നാ മതിയോ? പോലീസ് സ്റ്റേഷൻ ഭരിക്കേണ്ടവർക്ക് എന്താ പഞ്ചരത്നത്തിലെ കാര്യം? ആ അത് ന്യായം. ഇവിടെ ഭരിക്കാൻ അമൃതേച്ചി ഞാനും അച്ഛനും മതി. ആ പിന്നെ കൃഷ്ണേട്ടനും. അമൃത എവിടെ പോയതാ? ഇന്നത്തെ ദിവസം അവളെ കണ്ടതേ ഇല്ലല്ലോ. അഭിയേട്ടൻ വിളിച്ചിരുന്നു. എന്താ? അറിയില്ല, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാ ചേച്ചി പോയത്. അച്ഛാ, ആ. ഞാനൊന്ന് പുറത്തു പോവാണേ. എവിടെ പോവാ? ആകാശേട്ടൻ വിളിച്ചിരുന്നു. ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞു. പറ്റിയ ഒരു ഷോപ്പിംഗ്, പിന്നെ ഒരു ഐസ്ക്രീം. പൊക്കോട്ടെ അച്ഛാ. അതെന്താ? ആകാശിന്റെ കൂടെ അല്ലേ? പിന്നെ നീ ഷോപ്പിംഗ് എന്നും പറഞ്ഞ് ആ പാവത്തിന്റെ കാശ് മുഴുവൻ കളയല്ലേ. കല്യാണം കഴിഞ്ഞ് നിങ്ങക്ക് ജീവിക്കാനുള്ളതാ. നിന്റെ കറക്കം കുറച്ചു കൂടുന്നുണ്ട്. മെനിഞ്ഞൊന്നും പോയതല്ലേ രണ്ടുപേരും കൂടി? ഇത് അസൂയ. കല്യാണ നിശ്ചയം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും വിവേകേട്ടൻ ഇതുവരെ ഒരു മുട്ടായി പോലും വാങ്ങി തന്നിട്ടില്ല. അതിന്റെ സങ്കടം അനഘേച്ചിക്ക്. സാരമില്ല കേട്ടോ, ഞാൻ വിവേകേട്ടനെ വിളിച്ച് പറയാം. അനഘേച്ചിയെ ശരിക്കൊന്ന് പരിഗണിക്കാൻ. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നടന്ന എന്താണെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട. അഭി കേറുന്നില്ലേ? തലയിൽ ഈ കെട്ടൊക്കെ കണ്ട ചോദ്യമായി പറച്ചിലായി. ഒരുപാട് കള്ളം പറയേണ്ടി വരും. ബൈക്കിൽ നിന്നൊന്ന് വീണു, അത്രയും പറഞ്ഞാൽ മതി. അല്ല, ഇതുവരെ വന്നിട്ട് ഒന്ന് കേറാതെ പോയാ? അയാളാകത്തില്ലേ? ഞാൻ ഇല്ല ഒന്നിനും. ശരിയാവില്ല. പോട്ടെ. അഖിലേച്ച് പുറത്തു പോയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരിക? അത് ന്യായമായ ചോദ്യമാ. ഇങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങുന്നത് നല്ലൊരു ശീലമല്ല. വല്ലപ്പോഴും ഞങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ വാങ്ങിത്തരാം. അതിനും കൂടി ആകാശേട്ടന് കാശ് ചെലവാക്കണോ? ആ അത് ശരിയാ. ഞാനും ടൗൺ വരെ ഒന്ന് പോവാ. മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇതെവിടെയായിരുന്നു? അഭിമന്യുവിനെ കാണാൻ പോയതാണെന്ന് അനഘ പറഞ്ഞു. എന്തായിരുന്നു അത്യാവശ്യം? ഒന്നുമില്ല. അഭി ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു. അയ്യോ, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, നെറ്റിയിലൊരു മുറിവുണ്ട്, അത്രേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? ഏതോ പട്ടി കുറുകെ ചാടിയതാന്നാ പറഞ്ഞേ. വെട്ടിച്ചപ്പോ ബാലൻസ് പോയി ബൈക്ക് മറിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്നേ. അഭിയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഒരു പ്രശ്നവുമില്ല. അവൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. അത്രയ്ക്ക് സൂക്ഷിച്ചേ ഓടിക്കുള്ളൂ. എന്നിട്ടും അല്ല, അതിപ്പോ പട്ടി കുറുകെ ചാടിയ എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണേട്ടാ? പിന്നെ ഒന്നും പറ്റിയില്ലല്ലോ. അമൃതേച്ചി, ഞാൻ ആകാശേട്ടന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ. എവിടെ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്ന് കറങ്ങണം, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്. നീ ഇപ്പൊ എവിടെയും പോണ്ട. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള കറക്കമൊന്നും ശരിയല്ല. തൽക്കാലം കല്യാണം വരെ ഇവിടെ ഇരുന്നാ മതി. അതെന്താ അങ്ങനെ? ഞാൻ പോകുന്ന ആകാശേട്ടന്റെ കൂടെയല്ലേ? ആരുടെ കൂടെ ആയാലും പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. അതിനെന്താ പ്രശ്നം? അഖിലേ, ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോ അതനുസരിക്കാൻ പഠിക്ക. കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴേ രണ്ടുപേരുടെ ചുറ്റിക്കറങ്ങിയാ കാണുന്നവരെന്ത് വിചാരിക്കും? വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. അപ്പൊ ഞാൻ ആകാശേട്ടന്റെ കൂടെ പോയതല്ലേ? അന്ന് ചേച്ചി ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ. ഒരു പ്രാവശ്യം പോയല്ലോ, അത് മതി. ഇതൊരു സ്ഥിരം പരിപാടി ആക്കണ്ട. അച്ഛാ, ഇത് കേട്ടോ, ഞാൻ ചെല്ലാൻ ആകാശേട്ടനോട് വാക്ക് പറഞ്ഞതാ. മോളെ, അവിടെ പോയിട്ട് വരട്ടെ. ആകാശിന്റെ കൂടെ അല്ലേ? കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളച്ചാ. ബൈക്കിലൊക്കെ ചുറ്റിയടിക്കുന്ന റിസ്കാ. ദേ, ഇപ്പൊ അബിയുടെ കാര്യം കണ്ടില്ലേ?
ഒരു അപകടം പറ്റാനേ എത്ര നേരം വേണം? ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള കറക്കം മതി. അപ്പൊ കല്യാണം കഴിഞ്ഞ് കറങ്ങുമ്പോ അപകടം പറ്റിയ ഒരു കുഴപ്പമില്ല എന്നല്ലേ? എനിക്കറിയാം, ഒരു ബാധ്യത തീർക്കും പോലെ കല്യാണം നടത്തി പറഞ്ഞു വിട്ട ഉത്തരവാദിത്തം തീർന്നല്ലോ. പിന്നെ ചത്താലെന്ത് ജീവിച്ചാലെന്ത്? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായതാ. മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന ഒരു കാര്യവും ചേച്ചി സമ്മതിച്ചു തരത്തില്ല. ഞങ്ങൾ ചേച്ചിയുടെ അനിയത്തിമാരാ, അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരൊന്നും അല്ല. ഇങ്ങനെയുണ്ട് ഒരു ചേച്ചി കളി. പഴയ ത്യാഗത്തിന്റെ കഥയും പറഞ്ഞ് ഞങ്ങളെ എത്ര നാളിങ്ങനെ പൂട്ടിയിടും? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ആരോടാ സംസാരിക്കുന്നെന്ന് ഓർക്കണ്ടേ? അതൊക്കെ ഓർത്ത് തന്നെ അച്ഛ പറയുന്നേ. ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ പറ, ഞാൻ ആകാശന്റെ കൂടെ പുറത്തു പോയ എന്താ പ്രശ്നം? അല്ല മോളെ, അമൃത പറയുന്നതിലും കാര്യമുണ്ട്. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിന്റെ ഇഷ്ടങ്ങളൊക്കെ ആവാലോ. കൊള്ളാം. അപ്പൊ അച്ഛനെ ഈ കൂട്ടത്തിൽ കൂടി. ഈശ്വര, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മോളെ, നീ ഇതൊന്നും കാര്യാക്കണ്ട. അവൾക്ക് പ്രായത്തിന്റെ എടുത്തിയാട്ടാ. അതാ എന്റെയും പേടി. അനക്കെ ചെല്ല്, അവളോടൊന്ന് സംസാരിക്കേ. ചെല്ല്. മോൾക്ക് സങ്കടായോ? സാരില്ല, നിന്റെ സ്നേഹവും കരുതലും ഒക്കെ അവൾക്ക് മനസ്സിലാവും. ദേ, അതുവരെ ഒന്ന് ക്ഷമിക്കേ. കൃഷ്ണ, ഞാൻ പോയിട്ട് വരാം. ഒന്ന് നോക്കണേ. അഖിലേ, ഇങ്ങനെയാണോ ചേച്ചിയോട് സംസാരിക്കുന്നത്? അതും അച്ഛന്റെ മുൻപിൽ വെച്ച്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? അനുകേച്ചി പറയേ, ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത്? ആകാശേട്ടന്റെ കൂടെ ഞാനൊന്ന് പുറത്തു പോയാ എന്താ സംഭവിക്കാ? നോക്കുമോളെ, ചേച്ചി വെറുതെ ഒരു കാര്യവും പറയില്ല. അങ്ങനെ പറയേണ്ട കാര്യം എന്താ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കുറെ നാളായി ഈ ടോർച്ചറിംഗ് ഒക്കെ തുടങ്ങിയിട്ട്. കല്യാണത്തിന് മുന്നേ ചുറ്റിക്കറങ്ങാൻ പോകുന്നത് ശരിയല്ല അത്രേ. ഇന്നലെ വരെ അതിന് ഒരു ശരികേടും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നിശ്ചയിച്ചതിന്റെ അന്നും തുടങ്ങിയതാ ചേച്ചിയുടെ അസുഖം. ഇത് അസൂയ, വെറും അസൂയ. അഖിലേ, നീ വൃത്തിയോട് പറയരുത്. ചേച്ചിക്ക് എന്തിനാ നിന്നോട് അസൂയ? കാരണം ഉണ്ടല്ലോ. 3 പേരുടെയും കല്യാണ നിശ്ചയം ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചിട്ട് അതിൽ ഒരാളുടെ കല്യാണ നിശ്ചയം മുടങ്ങിയ ആ ആൾക്ക് അസൂയ ഉണ്ടാവാതിരിക്കോ? അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്ത് ചെയ്താലും കുറ്റം. അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇതെന്താ ജയിലോ? ജയിലെങ്കിൽ ജയില്. തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി. എനിക്ക് മനസ്സില്ല. എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കാനുള്ള പ്രായമൊക്കെ എനിക്കായി. അതുകൊണ്ട് ഒരാളും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടും. നിന്റെ കാര്യത്തിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരും ഇടപെടുന്നേ? ഇവിടെ കല്യാണം തീരുമാനിച്ചതേ നിന്റെ മാത്രമല്ലല്ലോ, അവളുടെയും കൂടെ അല്ലേ? ഞാൻ പറഞ്ഞത് അവക്ക് മനസ്സിലായല്ലോ. അയ്യോ, നിങ്ങളൊക്കെ ഒറ്റ കെട്ടല്ലേ? ചേച്ചിയും പൊന്നനിയത്തിമാരും വലിയ അധ്വാനികള്, ജോലിയും വരുമാനവും ഉള്ളവര്. ഞാനേ ഒരു പാവം. ബുദ്ധിയില്ല, ജോലിയില്ല, സമ്പാദ്യവും ഇല്ല. പക്ഷേ എനിക്ക് ആത്മാഭിമാനം ഇല്ലാന്ന് പറയരുത്. ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് മതി കറക്കുമെന്ന് പറഞ്ഞു. അതിലിപ്പോ എന്താ തെറ്റ്? അഭിയേട്ടന് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോ ചേച്ചി പേടിച്ചുപോയി. അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നേ? എന്നിട്ട് അഭിയേട്ടന്റെ ബൈക്കിൽ കയറിയാണല്ലോ ചേച്ചി വന്നത്. ചേച്ചിക്കാവാം, എനിക്ക് പറ്റില്ല. കല്യാണം നിശ്ചയിച്ച ആളിന്റെ കൂടെ എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ ചേച്ചി അഭിയേട്ടന്റെ കൂടെ കറങ്ങുന്നതിന്റെ ന്യായം എന്താ? നിങ്ങൾ നാട് ചുറ്റുമ്പോ നാട്ടുകാർ ഇതൊന്നും പറയില്ലേ? അഖിലേച്ചി മതി. പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ചേച്ചി ഒരു കാര്യം പറഞ്ഞു,
അതിന് കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അനുസരിക്കുക, ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം. അതെ, അതും പറഞ്ഞ് വെറുതെ ചേച്ചിയെ പറ്റി വേണ്ടാത്തതൊന്നും പറയണ്ട. ദേ നിനക്കിപ്പോ എന്താ വേണ്ടത്? പുറത്തു പോണം, പോയിക്കോ. പ്രശ്നം തീർന്നില്ലേ? ഇല്ല, അഖില പുറത്തു പോകുന്നില്ല. ഇനി അങ്ങനെ പോയേ പറ്റുമെങ്കിൽ നീ കൃഷ്ണേട്ടനെ കൂട്ടി പൊക്കോ. ആ ബെസ്റ്റ്, കൂടെ കൊണ്ടുപോവാൻ പറ്റിയ ആള്. ഞാൻ പോകുന്നതേ അമ്പലത്തിലേക്കല്ല, ഷോപ്പിങ്ങിനാ. എവിടെയാണേലും നീ കൃഷ്ണേട്ടനെ കൂട്ടി പോയാ മതി. ചേച്ചിയുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ന് തൊട്ടാ കൃഷ്ണേട്ടൻ ഇവിടുത്തെ കാവൽക്കാരനായത്? ചേച്ചിക്ക് ആ ബന്ധം വലുതായിരിക്കും, ഞങ്ങൾക്കല്ല. മതി, നീ നിർത്തിക്കേ. നിർത്തുവാ. പക്ഷെ അനഘേച്ചി ഒരു കാര്യം ഓർത്തോ, ഇന്നിപ്പോ എന്റെ നേരെ കാണിക്കുന്ന ഈ അധികാരമൊക്കെ ഇല്ലേ, നാളെ അത് ചേച്ചിയുടെ നേരെയും കാണിക്കും. അപ്പൊ ചേച്ചി പഠിച്ചോളും. കാവൽക്കാരനെ കൂട്ടി വിടുന്നതേ ഷോപ്പിങ്ങിന് പോകുമ്പോ മാത്രം ആക്കണമെന്നില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ ആകാശേട്ടനെ വീട്ടിലോട്ട് പോകുമ്പോഴേ കൂടെ വിട്ടോ. ചിലപ്പോ ആകാശേട്ടൻ എന്നെ എന്തെങ്കിലും ചെയ്താലോ?